വനം വകുപ്പിന് പിടികൊടുക്കാതെ വയനാട് വാകേരിയിലെ നരഭോജി കടുവ. ഇന്നലെ പകൽ പലയിടങ്ങളിലും കടുവയെ കണ്ടതായി ആളുകൾ പറയുന്നു. രാത്രി പശുവിനെ കൊന്ന വീട്ടിലെ ആട്ടിൻകൂട്ടിന് സമീപം കടുവ എത്തിയെങ്കിലും കെണിയിൽ വീണില്ല. ഇന്നലെ രാവിലെ കടുവയെ കണ്ടതായുള്ള വിവരം ലഭിക്കുന്നത് വാകേരിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള പാപ്പളശ്ശേരിയിൽ നിന്ന്. ഉച്ചതിരിഞ്ഞ് വട്ടത്താണിയിലെ വയലിൽ പുല്ലരിഞ്ഞിരുന്ന വർഗീസും ഭാര്യ ആനീസും കടുവയെ കണ്ട് ഭയന്നു വിറച്ചു. പുല്ല് കെട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കയറിട്ട് ചാക്ക് വിട്ടേച്ച് വാരി വെക്കാൻ നേരത്ത് ഒരു ചെറിയ സാധനം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇത്രയും തലയായിട്ട് ഏറ്റില്ല, തല മാത്രം ശരിക്കും കണ്ടുള്ളൂ. തല മാത്രം കണ്ടു കഴിഞ്ഞാൽ ആനിയെ നോക്ക് ഒരു സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഈ സാധനമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ വേഗം പോകാൻ ഓടിക്കോളാൻ പറഞ്ഞു. ഞാൻ ഓടി കരയ്ക്ക് കയറി വെച്ച് നോക്കുമ്പോൾ ഇത് പോന്നിട്ടില്ല, ഇവിടെ നിൽക്കുവാണ്. ഞാൻ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ നിൽക്കണ, പോയി ഓടി കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങൾ രണ്ടും കൊണ്ട് ഓടിയാ. ഡോക്ടർ അജേഷ് മോഹന്റെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് സംഘം മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. കടുവ പശുവിനെ കൊന്ന കല്ലൂർക്കുന്ന് വാകയിൽ സന്തോഷിന്റെ വീട്ടിൽ കെണിയൊരുക്കി കാത്തുനിൽക്കുകയായിരുന്നു അർദ്ധരാത്രിയിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കടുവ കൊന്ന പശുവിന്റെ ജഡം തന്നെയാണ് കൂട്ടിലിട്ടത്. രാത്രിയിൽ 2 തവണ പ്രദേശത്തേക്ക് കടുവയെത്തി. ആട്ടിൻകൂട്ടിന് സമീപമാണ് കടുവ വന്നത്. പുലർച്ചെ വരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാത്തുനിന്നിട്ടും കടുവ കൂട്ടിൽ കയറിയില്ല. 24 വയനാട്.